ചന്ദ്രലേഖ, ഡയറക്റ്റഡ് ബൈ പ്രിയദർശൻ. എന്താണാവോ പുതിയ കണ്ടുപിടുത്തം? 4 ലക്ഷത്താൽ പറ്റിക്കപ്പെട്ട അച്ഛനെ കേസിൽ നിന്ന് രക്ഷിക്കാനായി വീട് വിൽക്കാൻ അനിയത്തിയുടെ ഒപ്പിനായി ഒരു അന്യ നഗരത്തിൽ വന്നവൻ. അനിയത്തിയുടെ ഓവർ ആക്ടിങ് പ്രത്യേകം പറയേണ്ടതില്ല. കിട്ടിയ സീൻ മുതലാക്കാൻ പരമാവധി ശ്രമിച്ചിട്ടുണ്ട്. ഉടക്കി നിൽക്കുന്ന അളിയൻ കാരണം അല്ലറ ചില്ലറ പണികൾ ചെയ്ത് ഒപ്പ് വാങ്ങുന്നത് വരെ പിടിച്ചു നിൽക്കാൻ ശ്രമിക്കുന്ന അപ്പുക്കുട്ടൻ. അല്ല മോനെ, അപ്പം നീ നാട്ടിൽ ഒരു ജോലിയും കൂലിയും ഇല്ലാണ്ടാണോ ഇരുന്നിരുന്നത്? ഈ കുട്ടിയുടെ കാര്യം ഞാൻ തോറ്റു. നിന്റെ ഓരോ കളികളെ നമുക്ക് പോയി പറയാം. കൊക്കക്കോളയുടെയും പെപ്സിയുടെയും പ്രമോഷൻ കുത്തിത്തിരുകാൻ നല്ല പരിശ്രമം നടത്തിയിട്ടുണ്ടിതിൽ. ഒരു സിനിമയെങ്കിലും വെറുതെ വിട്ടൂടടോ. മുൻപ് തൻ്റെ സുഹൃത്തായ അബ്ദുവിനെ കാണാൻ വന്ന അപ്പുക്കുട്ടനെ കടയിൽ നിന്ന് പിടിച്ചു പുറത്താക്കിയ മാമ, അതേ അപ്പുക്കുട്ടൻ മറ്റൊരു സീനിൽ അബ്ദുവിൻ്റെ ധനിക സുഹൃത്ത് എന്ന പേരിൽ വ്യാജവേഷം കെട്ടി വന്നിട്ടും തിരിച്ചറിയാൻ പറ്റാത്ത മാമ. ഒന്നുമില്ലെങ്കിലും മാമൻ ഇത്ര മറവി പാടുണ്ടോ? ഈ ലോജിക്ക് ഒട്ടും മനസ്സിലാവുന്നില്ലല്ലോ ദൈവമേ. സ്വന്തം ലൈഫിലെ കണക്കുകൂട്ടലുകൾ തെറ്റിയെങ്കിലും തുടർന്നും കണക്കുകൂട്ടി പ്രശ്നപരിഹാരം സ്വപ്നം കാണുന്ന അപ്പുകുട്ടൻ. 5000 രൂപ കൊടുത്താൽ മാർവാടി ബൈക്ക് വരും. 2000 എന്റെ കയ്യിലുണ്ട്. ഇത് വെച്ച് 3000 ബൈക്കും ജോലിയും കയ്യിൽ. 600 രൂപ അടവുള്ളൂ. എല്ലാം ശരിയാവും. നീ വാ. 2 ലക്ഷം രൂപ ഡിപ്പോസിറ്റ് കൊടുത്താൽ 10 ലക്ഷം രൂപയുടെ സ്റ്റോക്ക് വരും. വിറ്റിട്ട് 3 മാസം കൊണ്ട് പൈസ തിരിച്ചു കൊടുത്താൽ മതി. കടയുടെ വാടക 1.25 ലക്ഷം രൂപ. പോയിട്ട് 75,000 വീട്ടിലേക്ക് അയച്ചു കൊടുത്താലും കുറെ നാളത്തേക്കുള്ള കേസും ഫീസും നടക്കും. ബാക്കി 50,000. 15,000 കൊണ്ട് മറ്റേ മോട്ടോർ ബൈക്ക് മാറാടിയുടെ മുഖത്ത് വലിച്ചോണ്ട് കൊടുക്കും. ബാക്കി 30,000. 15,000 കൊണ്ട് അന്തസ്സുള്ള വൃത്തിയായിട്ടൊരു സ്ഥലം താമസിക്കാൻ. എന്റെ നഖം തൊട്ട് മുടി വരെ തീ പിടിച്ചിരിക്കുക. ഒറ്റയ്ക്ക് ഞാൻ കത്തില്ലാട്ടോ. നിന്റെ ഒരു കണക്ക് കൂട്ടല്. കുഴിയിൽ നിന്ന് കൈപിടിച്ച് കയറ്റാൻ ശ്രമിക്കുന്ന അബ്ദു. പക്ഷേ പാലം കടക്കുന്നത് വരെ നാരായണ, പാലം കടന്നു കഴിഞ്ഞാൽ കൂരായണ എന്ന പോലെ കുറ്റങ്ങൾ പാവം അബ്ദുവിന്റെ തലയിൽ വെച്ച് കെട്ടി മിടുക്കനായി അപ്പുക്കുട്ടൻ. സ്കൂളിൽ പഠിക്കുമ്പോൾ ഞാൻ നിനക്ക് എത്ര ഐസിക്ക് വാങ്ങിച്ചു തന്നിട്ടുണ്ടോ? ഇതൊന്നും എനിക്ക് വേണ്ടിയിട്ട് മാത്രമല്ല കേട്ടോ. മൈമൂനയുടെ നിൽക്കാതെ നിന്റെ മയ്യത്ത് ഒരുമിച്ച് അടക്കാതിരിക്കാൻ കൂടി വേണ്ടിയിട്ടാണ് ഞാൻ ഇതൊക്കെ പറയുന്നത്. എല്ലാ കണക്ക് പരീക്ഷയ്ക്ക് നീ എന്റെ പേപ്പർ കോപ്പി അടിച്ചല്ലടാ ജയിച്ചത്. നീ കൂടുതൽ വർത്താനൊന്നും പറയണ്ട. നിന്റെ അത്യാഗ്രഹം കൊണ്ടാ കിട്ടാനുള്ളതും കൂടെ കിട്ടാതെ പോയത്. 8ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഹൈമാവതിയുടെ ചോറ് കട്ട് നിന്നതിനെ നിന്നെ സ്കൂളിൽ സസ്പെൻഡ് ചെയ്തപ്പോൾ ഞാനല്ലേടാ കുറ്റം ഏറ്റെടുത്ത് നിന്നെ രക്ഷിച്ചത്. പറയടാ. മോശമായി പോട്ടോ. ഭയങ്കര മോശമായി പോയി. അതിനിടയിൽ വഴിയിൽ നിന്ന് വീണ് കിട്ടിയ ഭാഗ്യം പോലെ ചന്ദ്ര. അല്ലടേ, ആക്സിഡന്റ് ആയിട്ട് ഒരിറ്റ് ചോര പോലും അല്ലെങ്കിൽ ഒരു മുറിവ് പോലും കാണുന്നില്ലല്ലോ. ആവശ്യത്തിന് ഉറങ്ങാറില്ല, പക്ഷെ എത്രയായാലും സുഖമായിട്ട് ഉറങ്ങുന്നു. സെക്യൂരിറ്റി ഗാർഡായാൽ ഇങ്ങനെ വേണം. ഒരു എമർജൻസി സിറ്റുവേഷൻ വരുമ്പോൾ അവരെ ഹെൽപ്പ് ചെയ്യാതെ ഹോസ്പിറ്റലിന്റെ ഉള്ളിലോട്ട് ഓടണം. ഞാൻ സംസാരിച്ചാൽ ശരിയാകത്തില്ല. ഡേ, ഇത് ഓപ്പറേഷൻ തിയേറ്റർ അല്ലേ? ഏത് ഹോസ്പിറ്റലിലാണ് ഈശ്വര സെക്യൂരിറ്റി ഗാർഡിനെ ഓപ്പറേഷൻ തിയേറ്ററിന്റെ ഉള്ളിൽ കയറ്റുന്നത്? ഓൾസോ choosing the same person to be the doctor, nurse and the employee. വേറെ സപ്പോർട്ടിംഗ് ആർട്ടിസ്റ്റ് ഒന്നും കിട്ടിയില്ലെന്ന് തോന്നുന്നു. പക്ഷെ അവൻ കാണിച്ചത് തെറ്റാണ്. എന്നാലും നമ്മള് ഇങ്ങനെയുള്ള സിറ്റുവേഷൻ നമ്മൾ സ്ട്രോങ് ആയിട്ടിരിക്കണം. ഡോക്ടറായാൽ ഇങ്ങനെ വേണമെന്ന് ഞാൻ ഒരിക്കലും പറയില്ല. ഇങ്ങനെയൊക്കെ വലിച്ചിഴക്കണോ? എന്തോന്നടേ ഇത്? വിട്ടുകൊടുത്താൽ ഇയാള് ആളുകളെ കടിച്ചു കീറുമല്ലോ. പിന്നെ എന്തിനാ എല്ലാരും കൂടി ഇപ്പൊ ഇങ്ങോട്ട് കെട്ടിയായിരുന്നല്ലോ? എക്സാക്ട്ലി എന്താ പറഞ്ഞത്? ചന്ദ്രികോട് ആൽഫി എന്താ പറഞ്ഞോണ്ടിരുന്നത്? അത് പറയൂ. വർമ്മ സാറിനെ പറ്റി പറഞ്ഞില്ലേ? അത് പറയൂ. അതെന്താണ്? അയാളെ തല്ലാനാ എന്റെ കൈകൾ ധരിച്ചപ്പോഴാണ് ഞാൻ ഇറങ്ങി ഓടിയത്. വീണ്ടും അയാൾ ഇവിടെ വെച്ച് കണ്ടാൽ എനിക്ക് ഞാൻ മാനേജ് ചെയ്തോളാം. ഞാൻ മാനേജ് ചെയ്തോളാം. ഓക്കെ. സ്കോളർഷിപ്പുമായി ലണ്ടനിലേക്ക് പോകുന്ന ലേഖയുടെ കയ്യിൽ ഒരു സ്ലിംഗ് ബാഗ് മാത്രമേ ഉള്ളല്ലോ. ലഗേജ് ഒക്കെ എവിടെ? കൊള്ളാം. സിറ്റുവേഷൻ അനുസരിച്ച് അഭിനയിക്കാനും കള്ളം പറയാനും അപ്പുകുട്ടനും ചന്ദ്രയും ഒട്ടും പിറകിലല്ലോ. അപ്പുകുട്ടനെ സ്വന്തം മകളുടെ ജീവൻ രക്ഷിച്ച ആളായി കാണുന്ന കുടുംബം
എന്നാൽ ഹോസ്പിറ്റൽ അഡ്മിറ്റ് ചെയ്തതിൻ്റെ മറുനാൾ മുങ്ങാനിരുന്നവൻ ചന്ദ്ര ഒരു പണക്കാരി എന്ന തിരിച്ചറിയൽ ആണ് ആൾമാറാട്ടം തുടരാൻ പ്രേരിപ്പിച്ചതെന്ന് നമുക്കല്ലേ അറിയൂ. എന്റെ അമ്മോ, 23 ലക്ഷം അവളുടെ അക്കൗണ്ടിൽ ബാങ്കിലുണ്ട്. നീ നല്ല പയ്യനാണ്, നിന്നെ കണ്ടപ്പോഴേ എനിക്കത് അറിയാമായിരുന്നു. എന്ന് ശരി. ചന്ദ്രയുടെ ഈ അവസ്ഥയിലും ലണ്ടനിൽ പോകാനിരുന്ന ലേഖ യാത്ര മുടക്കി അപ്പുക്കുട്ടൻ. പക്ഷേ വീട്ടുകാരോട് പറഞ്ഞതോ, ഞാൻ പോകുന്നില്ല, എനിക്ക് പോവാൻ തോന്നുന്നില്ല. ചന്ദ്ര ഇങ്ങനെ കിടക്കുമ്പോ ഞാനും ഇവിടെ വേണമെന്ന് എനിക്ക് തോന്നി. ആൽഫി വേഷം കെട്ടി അപ്പുക്കുട്ടൻ ആൽഫി അല്ലെന്ന് തെളിയിക്കാൻ പാടുപെടുന്ന ലേഖയും കൂട്ടരും. ഒടുവിൽ ഒരു ത്രികോണ പ്രണയവും. ചന്ദ്രയ്ക്ക് അപ്പുക്കുട്ടനോട് ഇഷ്ടം, പക്ഷേ അപ്പുക്കുട്ടന് ലേഖയോടും. നിങ്ങൾ ഇത്ര ഡീറ്റെയിൽ ആയിട്ട് കഥ പറയുന്നുണ്ട്, പിന്നെ ഞാൻ ഫോട്ടോ ഒന്നും പറയേണ്ടി വരില്ല. എന്നിട്ട് ബാക്കി പറ. അവസാനം അപ്പുക്കുട്ടനെ ലേഖയ്ക്ക് വിട്ടുകൊടുത്ത് ത്യാഗിയായി ചന്ദ്ര. അല്ലെങ്കിലും സിനിമയുടെ ഒടുക്കം ഒരു ത്യാഗം പതിവാണല്ലോ. മോറൽ ഓഫ് ദ സ്റ്റോറി: ആൾമാറാട്ടത്തിനോ മണി തെഫ്റ്റ് നടത്തുന്നതിനോ ഒരു പ്രശ്നവുമില്ല. നിങ്ങൾ ഒരു പാതി സത്യസന്ധനാണോ? കടബാധ്യത ഉണ്ടോ? ചന്ദ്രയെ പോലെ ഏതെങ്കിലും ഒരു കൊച്ചിനെ വഴിയിൽ നിന്ന് കിട്ടിയോ? എങ്കിൽ പുളിങ്കൊമ്പിലെ മരുമകൻ സ്ഥാനമുറപ്പ് ഓർ അനദർ ലവ് കണക്ഷൻ. വാട്ട് എ ലൈഫ് മാൻ. വാട്ട് എ മൂവി മാൻ. ഇതൊക്കെ മൂവിയിലേ നടക്കൂ. നടന്നതൊക്കെ ശരിയോ തെറ്റോ എന്ന് നോക്കിയിട്ട് ഇനി കാര്യമില്ല. ഹരിച്ചു നോക്കിയാലും ഗുണിച്ചു നോക്കിയാലും ലാഭല്ലേ ഉള്ളൂ. പുതുതായിട്ട് പലതും കാണുകയും കേൾക്കുകയൊക്കെ ചെയ്യുമ്പോഴല്ലേ ചിലതൊക്കെ മനസ്സിലായി വരുന്നത് അല്ലേ? ഞാൻ ഗുഡ് നൈറ്റ് പറഞ്ഞോ? ഇല്ല. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്.